ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹിന്ദുധർമ്മം അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് സമയം കടന്നു പോകുന്നത്, കാലം കടന്നു പോകുന്നത് 4 യുഗങ്ങളിലൂടെയാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗം അത് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നു. സത്യയുഗത്തിലാണ് നമ്മുടെ ഭഗവാൻ വിഷ്ണു ആദ്യത്തെ 4 അവതാരങ്ങളായ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ അവതാരങ്ങൾ എടുത്തത്. സത്യയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഒരേ ഡയമെൻഷനിലാണ് ഉണ്ടായിരുന്നത്. അന്ന് സത്യം പരിപാലിക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കാരണം ദേവന്മാരൊപ്പമുണ്ടല്ലോ, അപ്പോൾ മനുഷ്യന് വ്യതിചലിക്കാൻ കഴിയില്ല. ദേവതകളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പരിപാലിക്കുന്നതിനും ലോകം തന്നെ തൻ്റെ കുടുംബമായി കണ്ട് ലോക നന്മയ്ക്കായി മനുഷ്യൻ നിലകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ത്രേതായുഗം എന്ന് പറയുന്നത് സിൽവർ ഏജ് എന്നറിയപ്പെടുന്നു. സിൽവർ ഏജിൽ ആണ് ഭഗവാൻ വാമനാവതാരം, പരശുരാമാവതാരം, ശ്രീരാമൻ്റെ അവതാരമൊക്കെ എടുത്തത്. ആ സമയത്ത് ധർമ്മം കുറച്ച് ക്ഷയിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ധർമ്മം പരിപാലിക്കുന്നതിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമൻ പുത്രധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി വനവാസത്തിന് പോയി. ഒരു ഭർത്താവിൻ്റെ ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഭാര്യയെ വീണ്ടെടുക്കാൻ പോയി. രാവണനെ നിഗ്രഹിച്ചു, ഭാര്യയെ വീണ്ടെടുത്തു. അത് കഴിഞ്ഞ് ഒരു രാജാവിൻ്റെ ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് ധർമ്മത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. രാജ്യം തൻ്റെ കുടുംബമാണെന്ന് കണ്ട് രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു, ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ അതിന് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നു. ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ബലരാമൻ്റെ അവതാരവും ശ്രീകൃഷ്ണൻ്റെ അവതാരവും എടുത്തത്. ആ സമയത്ത് ധർമ്മം അത്രയും ക്ഷയിച്ചു പോയി. അപ്പോൾ സഹോദരങ്ങൾക്കിടയിലായി യുദ്ധം, ധനത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും. അപ്പോൾ ധർമ്മം ക്ഷയിച്ചപ്പോഴേക്കും അവിടെ കർമ്മത്തിനായിരുന്നു ഇമ്പോർട്ടൻസ്. നീ നിന്റെ കർമ്മം ചെയ്യൂ അർജുന എന്നാണ് ഭഗവാൻ ഗീതയിൽ അർജുനെ ഉപദേശിക്കുന്നത്. അപ്പോൾ കർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു. അപ്പോൾ സ്വന്തം കുടുംബമാണ് തൻ്റെ എല്ലാം, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു അന്നത്തെ ആളുകൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൽ എന്താ സംഭവിക്കുന്നത്? അതിനെ നമ്മളിപ്പോൾ അയൺ ഏജ് എന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ കലി എന്ന അസുരൻ എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം ഭൗതിക സുഖങ്ങളിൽ അടിമപ്പെട്ട് തൻ്റെ ധർമ്മം എല്ലാം എല്ലാ സത്യവും നീതിയും ഒന്നുമില്ലാത്ത ഒരു ലോകത്തിൽ ആണ് ജീവിക്കുന്നത്. എനിക്ക് മാത്രം, എൻ്റേത് മാത്രം, അങ്ങനെ ഒരു ചിന്തയാണ് ഇപ്പോൾ കലിയുഗത്തിലുള്ളത്. അപ്പോൾ കലിയുഗത്തിലെ മനുഷ്യൻ, നമുക്ക് ചുറ്റിലും നോക്കിയാൽ നമുക്കിപ്പോൾ കാണാമല്ലോ ഇത് കലിയുഗമാണെന്നുള്ളത്. കാരണം മനുഷ്യൻ ധനത്തിന് വേണ്ടിയിട്ടും പദവികൾക്ക് വേണ്ടിയും ഒക്കെ ബഹളം വയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്.